മടിക്കൈ മലപ്പച്ചേരി പുനരധിവാസ കേന്ദ്രത്തിലെ അന്തേവാസികൾക്കൊപ്പം ഓണം ആഘോഷിച്ച് മിത്ര ചാരിറ്റബിൾ ട്രസ്റ്റ്. കവി നാലപ്പാടം പത്മനാഭൻ ഉദ്ഘാടനം ചെയ്ത സാംസ്കാരിക സമ്മേളനത്തിൽ മേൽപ്പറമ്പ് CI സന്തോഷ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. നിർധനരായ കുടുംബങ്ങളുടെ അത്താണിയായി പ്രവർത്തിക്കുന്ന മിത്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനം ശ്ലാഘനീയമാണെന്നും സമൂഹത്തിലെ നന്മതിന്മകളെ തിരിച്ചറിയുവാൻ ഇത്തരം കാരുണ്യ കൂട്ടായ്മകൾക്ക് സാധിക്കണമെന്നും കവിയും എഴുത്തുകാരനുമായ നാലപ്പാടം പത്മനാഭൻ പറഞ്ഞു. മിത്ര ചാരിറ്റബിൾ ട്രസ്റ്റ് മടിക്കൈ മലപ്പച്ചേരിയിലെ ന്യൂ മലബാർ പുനരധിവാസ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏത് വേദനയിലെയും സ്വപ്നങ്ങളിൽ നമ്മൾ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ദൂതനെയാണ് വിളിക്കുന്നത്. നമ്മൾ വേദന ഉണ്ടാകുന്ന സമയത്ത്, മുറിവേറ്റുന്ന സമയത്ത്, നൊമ്പരമുണ്ടാകുന്ന സമയത്ത്, ദുഃഖമുണ്ടാകുന്ന സമയത്ത് നമ്മൾ വിളിക്കുന്നു, അയ്യോ എന്ന് വിളിക്കുന്നു. അയ്യോ എന്ന് പറഞ്ഞാൽ അയ്യൻ എന്നാണ്, ബുദ്ധനെയാണ് വിളിക്കുക. അയ്യോ ഭക്തോ എന്ന് പറഞ്ഞാൽ അയ്യോ ബുദ്ധ എന്നാണ് വിളിക്കുന്നത്. സമത്വത്തിന്റെ, ശാന്തിയുടെ, അഹിംസയുടെ ഏറ്റവും വലിയ ദൂതനാണ് ബുദ്ധൻ. അപ്പൊ നമ്മൾ ബുദ്ധനെ വിളിക്കും. കേരളത്തിൽ വലിയ ബുദ്ധമത സംസ്കാരം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. അയ്യോ ബുദ്ധോ എന്ന് വിളിക്കുന്ന സ്ഥലത്ത് ബുദ്ധനെ അയ്യോ എന്ന് വിളിക്കുമ്പോൾ ബുദ്ധനെയാണ് വിളിക്കുന്നത്. ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ P. കുമാരൻ അധ്യക്ഷനായി. മേൽപ്പറമ്പ് CI A. സന്തോഷ് കുമാർ മുഖ്യ അതിഥിയായി ആഘോഷത്തിൽ സംബന്ധിച്ചു. ഈ സ്ഥാപനവുമായി പ്രത്യേകിച്ച് പോലീസുകാർക്ക് ഒരു ബന്ധമുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ ആശ്രയിക്കുന്ന, ചില സമയങ്ങളിൽ നിരാലംബരായ ചില ആൾക്കാർ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ അവരെ സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് ഔദ്യോഗികമായ സംവിധാനങ്ങൾക്ക് പല നൂലാമാലകളുണ്ട്. നമ്മൾ ഏറ്റവും ആദ്യം ആശ്രയിക്കുന്നത് ഇത്തരം സദനങ്ങളെയാണ്. വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് ആദരവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് അനുമോദനവും നൽകി. മിത്ര രക്ഷാധികാരി KV സുരേശൻ, പ്രസിഡന്റ് ഉണ്ണി മുളവന്നൂർ, സെക്രട്ടറി K. രാജകല, ട്രഷറർ ആയിഷ മുഹമ്മദ്, വൈസ് പ്രസിഡന്റ് സിബി പോൾ, ബിജു പുളിക്കൂൽ എന്നിവർ സംസാരിച്ചു. സംഘടക സമിതി കൺവീനർ രവീന്ദ്രൻ കരിച്ചേരി സ്വാഗതവും ട്രഷറർ സമീറ ഖാദർ നന്ദിയും പറഞ്ഞു. ലളിതസുന്ദരമായ കലാകായിക മത്സരങ്ങൾ ആഘോഷത്തെ ആനന്ദകരമാക്കി. വൃദ്ധസദനത്തിലെ 120ഓളം പേർക്ക് വിഭവസമൃദ്ധമായ ഓണസദ്യയും നൽകിക്കൊണ്ടായിരുന്നു ആഘോഷ പരിപാടിയുടെ പരിസമാപനം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.